മൊബൈൽ ഫോൺ റിപ്പയറിംഗ് മേഖലയിൽ ഏറ്റവും കൂടുതലായി ഇന്ന് കണ്ടുവരുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് ലൈൻസ് ഓൺ ഡിസ്പ്ലേ. സിംഗിൾ ലൈൻ വരുന്ന കംപ്ലൈൻറ്റുകൾ വരാറുണ്ട്, മൾട്ടി ലൈൻസ് വരുന്ന കംപ്ലൈൻറ്റുകൾ വരാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു കംപ്ലൈൻറ്റ് വരുന്നത്? കുറച്ച് മുമ്പ് വരെ ഫോണുകൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കംപ്ലൈൻറ്റുകൾ വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഈവൻ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഇത്തരത്തിലുള്ള കംപ്ലൈൻറ്റുകളുമായിട്ട് കസ്റ്റമേഴ്സ് നിരന്തരമായിട്ട് സർവീസ് സെൻ്ററുകളെ സമീപിക്കാറുണ്ട്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഇത്തരത്തിലുള്ള ലൈൻസ് വരാനുള്ള കാരണം, എങ്ങനെയാണ് ഇത് റിപ്പയർ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റുകൾ വരുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുന്നതിന് ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഫിലിമിനെ പറ്റിയാണ്. അനൈസോട്രോപിക് കണ്ടക്റ്റീവ് ഫിലിം അഥവാ ACF ഫിലിം. ഈ കാണുന്ന ഫിലിം കൊണ്ട് എന്തൊക്കെ കംപ്ലൈൻറ്റുകളാണ് ഒരു മൊബൈൽ ഫോണിൽ വരാറുള്ളത്? പ്രധാനമായും ലൈൻസ് ഓൺ ഡിസ്പ്ലേ, ഗ്രീൻ ലൈൻസ് ഓൺ ഡിസ്പ്ലേ, ഫ്ലിക്കറിംഗ്, ഡെഡ് സ്പോട്ട് ഓൺ ടച്ച് സ്ക്രീൻ, ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റുകൾ ഇത്തരത്തിലുള്ള ഡിസ്പ്ലേ കൊണ്ട് വരാറുണ്ട്. ഇതിന് പുറമെ ഇതേ കംപ്ലൈൻറ്റ് പ്രോസസ്സർ കൊണ്ടും നമുക്ക് ലഭിക്കാറുണ്ട്. ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ACF ഫിലിം കൊണ്ട് ഈ കംപ്ലൈൻറ്റുകൾ വരുന്നത് എങ്ങനെയെന്നും അതെങ്ങനെയാണ് പരിഹരിക്കുന്നത് എന്നുമാണ്. ACF ഫിലിം അഥവാ അനൈസോട്രോപിക് കണ്ടക്റ്റീവ് ഫിലിം. ഈ ഫിലിമിൻ്റെ ആവശ്യകത എന്താണ്? ഇതാണ് ഒരു മൊബൈൽ ഫോണിൻ്റെ ഡിസ്പ്ലേ പാനൽ. ഇതിൽ രണ്ട് കാര്യങ്ങളാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഒരു ഡിസ്പ്ലേയുടെ ഒരു ഏരിയയും കാണാൻ സാധിക്കും, അതുകൂടാതെ ഒരു ഫ്ലെക്സിബിൾ PCBയും കാണാൻ സാധിക്കും. ഈ ഡിസ്പ്ലേ പാനലും ഫ്ലെക്സിബിൾ PCBയും തമ്മിൽ ഒട്ടിക്കുന്ന ഈ ഒരു ഭാഗം, ഇത് ഒട്ടിക്കുന്നത് ഈ ഒരു ഫിലിം ഉപയോഗിച്ചാണ്. ACF ഫിലിം, അനൈസോട്രോപിക് കണ്ടക്റ്റീവ് ഫിലിം. ഇത് ഒട്ടിച്ചിട്ടാണ് പ്രോപ്പർ ആയിട്ടുള്ള കണ്ടക്ഷൻ ലഭിക്കുന്നത്. ഈ ഒരു ഫിലിമിന് വരുന്ന കംപ്ലൈൻറ്റുകൾ കൊണ്ടാണ് നേരത്തെ പറഞ്ഞ കംപ്ലൈൻറ്റുകൾ പ്രധാനമായും വരുന്നത്. അപ്പോൾ എന്താണ് ACF ഫിലിമിൻ്റെ സ്ട്രക്ചർ? അത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടിരിക്കുന്നു. ഓക്കെ, ഒരു ACF ഫിലിമിൽ രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത്. ഒരു അഡിസീവ് ലെയറും ഒരു കണ്ടക്റ്റീവ് പാർട്ടിക്കിൾസും ഉണ്ടായിരിക്കും. അതായത് നമ്മൾ കാണുന്നത് പോലെ തന്നെ ഈ ഒരു ഫിലിമിനകത്ത് ഒരു ഡബിൾ സൈഡ് സ്റ്റിക്കർ പോലുള്ളൊരു മെറ്റീരിയൽ ഉണ്ടായിരിക്കും, അതിനു പുറമെ കണ്ടക്റ്റീവ് പാർട്ടിക്കിൾസും ഉണ്ടായിരിക്കും. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം, അല്ലെ ഇതിൻ്റെ ഫങ്ഷൻ എങ്ങനെയാണ് എന്ന് നോക്കാം. ഒരു ACF ഫിലിം, ഈ കാണിച്ചിരിക്കുന്നതാണ് ACF ഫിലിം. ഇതിനകത്ത് ഇൻസുലേറ്റിംഗ് അഡിറ്റീവും ഉണ്ടായിരിക്കും, അതേപോലെ കണ്ടക്റ്റീവ് പാർട്ടിക്കിളും ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി രണ്ട് കാര്യങ്ങൾ, ഒന്ന് LCD പാനലും മറ്റൊന്ന് നേരത്തെ പറഞ്ഞ FPCB അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ PCBയും ഉണ്ടായിരിക്കും. ഓക്കെ, ഇത് രണ്ടും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നടുവിൽ ഒരു സാൻഡ്വിച്ച് പോലെ കിടക്കുന്ന ഈ ഏരിയ ആണ് ACF ഫിലിം വരുന്നത്. ഓക്കെ, ഈ ACF ഫിലിം ഇങ്ങനെ ഈ കാണുന്ന പൊസിഷനിൽ വെച്ച് ഹീറ്റും പ്രഷറും അപ്ലൈ ചെയ്യുമ്പോഴാണ് ഇവിടെ ഒരു ബോണ്ടിങ് സംഭവിക്കുന്നത്. ഈ ബോണ്ടിങ് സംഭവിക്കുന്ന സമയത്ത് ACF ഫിലിമിൻ്റെ പ്രത്യേകതയാണ് ഒരു ഡയറക്ഷനിൽ മാത്രമാണ് അത് കറണ്ടിനെ കടത്തിവിടുന്നത്. അതായത് ഇതാണ് ACF ഫിലിം എന്ന് വിചാരിക്കുക. ഓക്കെ, ഈ ഒരു ഫിലിമിനകത്ത് നമ്മൾ ഹീറ്റും പ്രഷറും അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു മെറ്റീരിയൽ വെർട്ടിക്കൽ ഡയറക്ഷനിലേക്ക് മാത്രം കറണ്ടിനെ കടത്തിവിടും, ഒരിക്കലും ഹൊറിസോണ്ടൽ ഡയറക്ഷനിലേക്ക് കറണ്ടിനെ കടത്തിവിടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിൽ കിടക്കുന്ന രണ്ട് പോയിന്റുകൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പോയിന്റ് തമ്മിൽ കണക്ഷൻസ് വരികയും തൊട്ട് അഡ്ജസൻ്റ് ആയിട്ടിരിക്കുന്ന കണ്ടക്റ്റീവ് ലെയർ തമ്മിൽ ഒരു കണക്ഷൻ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് വളരെ ഡെൻസ്ലി പാക്ഡ് ആയിട്ടുള്ള ഒരു ലൈൻസ് ആണെങ്കിലും കണക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ACF ഫിലിമിന് സാധിക്കും. മാത്രമല്ല ഈ ACF ഫിലിം സൂക്ഷിച്ച് വെക്കേണ്ടത് -5 ഡിഗ്രി മുതൽ -20 ഡിഗ്രി സെൽഷ്യസിൽ കീപ്പ് ചെയ്തിട്ടാണ് നമ്മളിത് ഫങ്ഷൻ ചെയ്യുന്നത്. ഇനി ഇത്തരത്തിലുള്ള കംപ്ലൈൻറ്റുകൾ വരാനുള്ള കാരണം എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇതിനുള്ള റീസൺ പ്രോപ്പർ ആയിട്ടുള്ള ബോണ്ടിങ്, അതായത് മൊബൈൽ ഫോൺ മാനുഫാക്ചറിങ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബോണ്ടിങ് സ്ട്രെങ്ത് അച്ചീവ് ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കണ്ടക്ടിവിറ്റിക്ക് ഇഷ്യൂസ് വന്നേക്കാം. അതല്ലാതെ മറ്റൊരു കേസുകൾ വരുന്നത് മിസ് അലൈൻമെൻറ്റ്. പ്രോപ്പറായിട്ട്, അതായത് നമ്മുടെ
ഡിസ്പ്ലേ പാനലും അതുപോലെ തന്നെ FPCBയും തമ്മിലുള്ള അലൈൻമെന്റ് മൈക്രോ ലെവലിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാലും പ്രോപ്പർ ആയിട്ടുള്ള ബോണ്ടിങ് അവിടെ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കണ്ടാമിനേഷൻ സംഭവിച്ചു കഴിഞ്ഞാലും ഈ ഒരു പ്രോസസ്സിനിടയിൽ ഏതെങ്കിലും രീതിയിലുള്ള കണ്ടാമിനേഷൻ നടന്നു കഴിഞ്ഞാലും ബോണ്ടിങ് സ്ട്രെങ്തിന് ഇഷ്യൂസ് വരാം. മറ്റൊന്നാണ് ഡീഗ്രേഡേഷൻ. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ ആവശ്യം വരുന്നത്. അതായത് എല്ലാ QCയും ചെക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഒരു മൊബൈൽ ഫോൺ മാനുഫാക്ചറിംഗ് ലെവലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഓവർ ടൈം, അതായത് കൂടുതൽ കാലം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഹീറ്റ് കൊണ്ട് എൻവയോൺമെന്റൽ ഫാക്ടർ കൊണ്ട് ഒക്കെ ഈ ഒരു ബോണ്ടിങ് സ്ട്രെങ്ത് വീക്ക് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ മൊബൈൽ ഫോൺ ഒരു സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്തേക്ക് വളരെ കൂടുതൽ ഡാറ്റ കൺസ്യൂം ചെയ്യുന്നുണ്ടാകാം, അതുപോലെ തന്നെ വളരെ കൂടുതൽ ഫയൽ ഡൗൺലോഡ് ചെയ്യുന്നുണ്ടാകാം. ഈ ഒരു സമയത്ത് മൊബൈൽ ഫോൺ വളരെ കൂടുതൽ ഹീറ്റ് ആകും. ഇങ്ങനെ ഹീറ്റ് ആവുന്ന സമയത്ത് ഈ ഒരു ACF ബോണ്ടിങ് ചെയ്യുന്നതിൻ്റെ ആ ഒരു സ്ട്രക്ചറിനകത്ത് ഒരു മിസ്അലൈൻമെൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ടുള്ള കണ്ടക്ടിവിറ്റി നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഈ FPCBയിൽ നിന്നും നേരെ ഡിസ്പ്ലേ പാനലിലേക്ക് ലഭിക്കാത്ത ഒരു സിറ്റുവേഷൻ വരും. അപ്പോഴാണ് ഡിസ്പ്ലേയിൽ ലൈൻസ് എന്ന ഇഷ്യൂസ് വരുന്നത്. ഇത് സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ആവണമെന്നില്ല. അതല്ലാതെ നേരത്തെ പറഞ്ഞ കണ്ടാമിനേഷൻ സംഭവിക്കുമ്പോഴുണ്ടാവാം. അതല്ലാന്നുണ്ടെങ്കിൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഉണ്ടാവുന്ന സമയത്തൊക്കെ ഇത്തരത്തിലുള്ള കംപ്ലൈൻറ്റുകൾ ഉണ്ടാവാം. ഇത്തരം കംപ്ലൈൻറ്റുകൾ എങ്ങനെയാണ് പരിഹരിക്കുക? ഈ കാണുന്ന കാര്യം പരിഹരിക്കുന്നതിന് വേണ്ടി 2 മെത്തേഡുകളാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന്, പൂർണ്ണമായും ഈ ഒരു FPCB ഡിസ്പ്ലേ പാനലിൽ നിന്നും റിമൂവ് ചെയ്ത് ACF ബോണ്ടിങ് ഉപയോഗിച്ച് ACF ഫിലിം ഉപയോഗിച്ചുകൊണ്ട് റീബോണ്ടിങ് ചെയ്യുക. അല്ലെങ്കിൽ പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയായ ലേസർ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് റിപ്പയർ ചെയ്യുക. അതായത് ലേസർ ടെക്നോളജി ഉപയോഗിച്ച് വളരെ പൊസിഷൻ അല്ലെ വളരെ പ്രിസൈസ്ഡ് ആയിട്ട് എവിടെയാണോ ഈ ഒരു ഇഷ്യൂ ഉള്ളത്, ഡാമേജ് ആയി കിടക്കുന്ന പിക്സൽസ് വരുന്നത്, ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിലെ ACF ബോണ്ടിങ്ങിൻ്റെ മുകളിലേക്ക് ഒരു ഹീറ്റ്, ഡയറക്റ്റ് കോണ്ടാക്ട് ഇല്ലാതെ ഹീറ്റ് അപ്ലൈ ചെയ്തുകൊണ്ട് റിപ്പയർ ചെയ്യുന്ന ഒരു മെത്തേഡിലൂടെയും ഇത്തരം കംപ്ലൈൻറ്റുകൾ പരിഹരിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇതിനുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടൂളുകളും മറ്റും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ആ രീതിയിലും നമുക്ക് ഈ ഒരു കംപ്ലൈൻറ്റ് പരിഹരിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കംപ്ലൈൻറ്റുകൾ വരുന്നത് എന്ന കാര്യം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ACF ബോണ്ടിങ്ങിനെ പറ്റിയും അതുകൊണ്ടുണ്ടാകുന്ന കംപ്ലൈൻറ്റുകളെ പറ്റിയുമാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം, ഓരോ കംപ്ലൈൻറ്റും ഉണ്ടാകുന്നതിന് പിന്നിലുള്ള ശാസ്ത്രീയത എന്താണ് എന്നും എന്താണ് അതിൻ്റെ റിയൽ റീസൺ എന്ന കാര്യവും. അല്ലാതെ ഇത്തരം കംപ്ലൈൻറ്റ് വരുന്ന സമയത്തേക്ക് ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യുക എന്ന ഓപ്ഷൻ മാത്രം കസ്റ്റമേഴ്സിന് കൊടുക്കാതെ ഇന്നത്തെ ടെക്നോളജിയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കേവർക്കും ഈ ഒരു കംപ്ലൈൻറ്റുകൾ സർവീസ് ചെയ്യാൻ സാധിക്കട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.